ഹലോ, എല്ലാവർക്കും നമസ്കാരം. യൂട്യൂബ് പുതിയതായിട്ട് കാണാൻ തുടങ്ങിയ ഒരുപാട് പേര് എന്നോട് ഒത്തിരി സംശയങ്ങൾ ചോദിച്ചിരുന്നു. അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുമ്പോൾ സൈൻ ഇൻ ചെയ്യാൻ പറയുന്നു. സൈൻ ഇൻ ചെയ്യാനായിട്ട് ജിമെയിൽ അഡ്രസ്സ് ഇല്ല, അല്ലെങ്കിൽ ജിമെയിൽ അഡ്രസ്സിൻ്റെ പാസ്വേഡ് മറന്നുപോയി. അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമാകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ജിമെയിൽ അഡ്രസ്സ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, സൈൻ ഇൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. കണ്ടു കഴിയുമ്പോൾ ഈ സംശയങ്ങളെല്ലാം നിങ്ങളുടെ മാറിക്കിട്ടും. പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു തരാം. നമ്മളൊരു യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ജിമെയിൽ അക്കൗണ്ടാണ്. ജിമെയിൽ അക്കൗണ്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ ആദ്യം ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്തു ഗൂഗിളിൽ പോവുക. ഗൂഗിൾ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ സെർച്ച് ബാറിൽ നമ്മൾ ക്രിയേറ്റ് ജിമെയിൽ ടൈപ്പ് ചെയ്യുക. ക്രിയേറ്റ് ജിമെയിൽ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വരും. അതിൽ ഇവിടെ ക്രിയേറ്റ് ജിമെയിൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സൈറ്റുണ്ട്, അത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം ചൂസ് ചെയ്യാം. നമ്മുടെ ഇമെയിലിൽ നമ്മൾ എടുക്കാൻ ഉപയോഗിക്കുന്ന ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം. അതിൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഇമെയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതിന് ഞാനിവിടെ ഒരു പേരിടാൻ പോകുന്നത് സമ്മർ ഹോളിഡേയ്സ് എന്നാണ്. അങ്ങനെ പേരിട്ടു. നമുക്കൊരു യൂസർ നെയിം ചൂസ് ചെയ്യാം. സമ്മർ ഹോളിഡേയ്സിന് തന്നെ ഞാൻ യൂസർ നെയിം ഇടാൻ പോവാണ്. അത് അവൈലബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. ഇനിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഒരു പാസ്വേഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ മിനിമം 8 ക്യാരക്ടേഴ്സ് ആവശ്യമുണ്ട്. അതിൽ സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ, നമ്പേഴ്സ് ഒക്കെ ആവാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഇവിടെ ഒരു പ്രാവശ്യം കൂടി ഇടുകയാണ്. നെക്സ്റ്റ് ബട്ടൺ. ഓക്കെ, സമ്മർ ഹോളിഡേയ്സ് അവൈലബിൾ അല്ല. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം. സമ്മർ ഹോളിഡേയ്സ് 2020 ഇട്ട് നോക്കാം. അതും അവൈലബിൾ അല്ല. അപ്പോൾ സമ്മർ ഹോളിഡേയ്സ് 2002. ഓക്കെ, അത് അവൈലബിൾ ആണ്. സമ്മർ ഹോളിഡേയ്സ് 202@gmail.com അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇമെയിൽ ഐ ഡി. അതിവിടെ കാണാൻ എഴുതിയിരിക്കുന്നത് സമ്മർ ഹോളിഡേയ്സ് 202@gmail.com. ഇനി ഇവിടെ ഫോൺ നമ്പർ ഇടാം, അത് ഓപ്ഷണലാണ്. പിന്നെ ഇവിടെ ഒരു റിക്കവറി ഇമെയിൽ ഇടാം, അതും ഓപ്ഷണലാണ്. ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഒരു എക്സാമ്പിൾ ഡേറ്റ് ഓഫ് ബർത്താണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. റാദർ നോട്ട് സേ. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. ഇതിലെ പ്രൈവസി ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചിട്ട് അതിൻ്റെ താഴോട്ട് പോയി കഴിയുമ്പോൾ ഈ എഗ്രി ബട്ടൺ വരും. അതിൽ ഐ എഗ്രി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു വെൽക്കം പേജ് വന്നു. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ജിമെയിൽ ഐ ഡി. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമ്മർ ഹോളിഡേയ്സ് 202@gmail.com. പിന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഓൺ പാസ്വേഡ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജിമെയിൽ
അക്കൗണ്ട് ഉണ്ട്. ഈ ജിമെയിൽ അക്കൗണ്ടും ഈ പാസ്വേഡുമാണ് നമുക്ക് വേണ്ടത് ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെയുള്ള ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മറന്നു പോയവർ ഒന്നിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് എടുത്താൽ മതി. കൂടുതൽ ജിമെയിൽ അക്കൗണ്ട് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. ഇപ്പോൾ നമ്മളൊരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തു. ജിമെയിൽ ഐ ഡിയും പാസ്വേഡും ഉണ്ട് നമുക്ക്. ഇനി സൈൻ ഇൻ ചെയ്യണം ഗൂഗിളിൽ. അതിന് ഗൂഗിളിൻ്റെ പേജ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഈ റൈറ്റ് സൈഡ് കോർണറിൽ ഒരു സൈൻ ഇൻ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൈൻ ഇൻ ബാർ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇമെയിൽ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഇമെയിലാണ് ഇവിടെ ഇടേണ്ടത്. summerholidays202@gmail.com അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ജിമെയിൽ ഐ ഡി. അതിട്ടു. അതിലേക്ക് എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ഇട്ടു. അപ്പോൾ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് നമ്മൾ ഇട്ട് കൊടുക്കുക. പാസ്വേഡ് ഇട്ടു. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ നമുക്ക് റിക്കവറി നമ്പറാണ് വീണ്ടും ചോദിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ ഇമെയിലും ഫോൺ നമ്പറും ആഡ് ചെയ്യാം ഇമെയിൽ റിക്കവറിക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ ആവശ്യമില്ല. അത് യു ക്യാൻ സ്കിപ്പ് ഇറ്റ്. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ സൈൻ ഇൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ റെഡ് സർക്കിളിൽ നോക്കിയാൽ അവിടെ നമ്മുടെ പേര് എഴുതിയിട്ടുണ്ട്. സമ്മർ ഹോളിഡേയ്സ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് നോക്കുമ്പോൾ കാണാം. ഇനി നമുക്ക് പോകേണ്ടത് ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ ജീസ് പാഷൻസ് ടൈപ്പ് ചെയ്യുക. ജീസ് പാഷൻസ് ടൈപ്പ് ചെയ്ത് സെർച്ച് ബട്ടൺ ഞെക്കി കഴിയുമ്പോഴത്തേക്ക് ജീസ് പാഷൻസ് ചാനൽ വരും. ആ ചാനലിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ചാനൽ ഓപ്പൺ ആയി. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കോർണറിലുള്ള റെഡ് സർക്കിളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം നമുക്കവിടെ സമ്മർ ഹോളിഡേയ്സ് എന്നുള്ള പേര് അവിടെ സ്റ്റിൽ സൈൻ ഇൻ ആയി കിടക്കുന്നത് കാണാം. ഇനി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ്ഡ് എന്നെഴുതി കാണിക്കും. അതിന് തൊട്ടടുത്ത് തന്നെ ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേസമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇനി ഗൂഗിളിൽ പോകാതെ തന്നെ ഡയറക്റ്റ് യൂട്യൂബിൽ പോയിട്ട് എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാമെന്നും കൂടെ കാണിച്ചു തരാം. സൈൻ ഔട്ട് ചെയ്തു ഞാനിതിൽ നിന്ന്. സൈൻ ഔട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇൻ്റർനെറ്റ് പേജ് എടുത്തിട്ട് ഇതിൽ നമ്മൾ ഡയറക്റ്റ് യൂട്യൂബ് പേജിലേക്ക് പോവാണ്. youtube.com എടുത്തു. എന്നിട്ട് അതിൽ സൈൻ ഇൻ ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു സൈൻ ഇൻ ഓപ്ഷൻ കാണുന്നുണ്ട്. അതിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സൈൻ ഇൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും സൈൻ ഇൻ ചെയ്യാൻ പറയും. summerholidays202@gmail.com ഇട്ടു. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഇടുക. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ സൈൻ ഇൻ ആയി. ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം ഇത് നമ്മൾ സൈൻ ഇൻ ആയി എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം നമ്മുടെ പേര് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് summerholidays202@gmail.com. So that means we are signed in. ഇനി ഇപ്പോൾ യൂട്യൂബിലാണ് എത്തിയിരിക്കുന്നത്. ഇനി ഇവിടുത്തെ സെർച്ച് ബാറിൽ ജീസ് പാഷൻസ് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇത് ഓൾറെഡി വന്നിട്ടുണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഓൾറെഡി ഇവിടെ കിടക്കുന്നുണ്ട്. ഈ സബ്സ്ക്രൈബ് ബട്ടണിൽ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സബ്സ്ക്രൈബ്ഡ് ആയി. നോട്ടിഫിക്കേഷൻ ബട്ടണും ക്ലിക്ക്ഡായി. ഇപ്പോൾ യു ആർ സബ്സ്ക്രൈബ്ഡ് ടു ജീസ് പാഷൻസ്. എങ്ങനെയാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്? ഇപ്പോൾ മനസ്സിലായല്ലോ എല്ലാവർക്കും. ആദ്യം വേണ്ടത് ഒരു ജിമെയിൽ ഐ ഡിയാണ്. പിന്നെ ഒന്നുകിൽ ഗൂഗിളിൽ സൈൻ ഇൻ ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് യൂട്യൂബിൽ പോയിട്ട് സൈൻ ഇൻ ചെയ്യുക.
എന്നിട്ട് ജീസ് പാഷൻസ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ സബ്സ്ക്രൈബ്ഡ് എന്നെഴുതി കാണിച്ച് കഴിയുമ്പോൾ അടുത്ത് ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ അറിയില്ല എന്ന് ചിലരൊക്കെ പറഞ്ഞു, അവർക്ക് വേണ്ടിയിട്ടാണിത്. ആദ്യം ചാനൽ ഓപ്പൺ ചെയ്തിട്ട് ഏത് വീഡിയോ ആണെന്ന് വെച്ചാൽ ആ വീഡിയോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കമ്പ്യൂട്ടറിലാണ് ഓപ്പൺ ചെയ്തെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് സെക്ഷൻ വരും. ഇവിടെ തന്നെ കമൻറ്റ് സെക്ഷൻ വരുന്നുണ്ട്. അവിടെ ആഡ് പബ്ലിക് കമൻറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്താണ് കമൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എഴുതി കമൻറ്റ്. സോ അവിടെ നിങ്ങളുടെ കമൻറ്റ്, ഇപ്പോൾ സമ്മർ ഹോളിഡേയ്സ് എന്നുള്ള പേരിലാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് സമ്മർ ഹോളിഡേയ്സ് അതിൻ്റെ ഹായ് എന്നൊരു മെസ്സേജ് അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ മൊബൈലിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ വേറെ കുറേ അധികം വീഡിയോസ് ആയിരിക്കും കാണുക. അപ്പോൾ ആ വീഡിയോസിൻ്റെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഏറ്റവും താഴെ വരെ എത്തിക്കഴിയുമ്പോൾ ഈ കമൻറ്റ് സെക്ഷൻ കാണുക. അപ്പോൾ അവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇനി ജിമെയിൽ ID ഇല്ല, അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യാൻ പറഞ്ഞു, അപ്പോൾ അറിയില്ല, പാസ്വേഡ് മറന്നുപോയി, ഇങ്ങനെയുള്ള പരാതിയൊന്നും ആരും പറയില്ലല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.